കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ ബന്ധുക്കളുടെ മൊഴിയെടുത്തു പോലീസ്. അധ്യാപികയുടെ മരണത്തിൽ താമരശ്ശേരി രൂപതയ്ക്കെതിരെ കാത്തോലിക് ലേമൻസ് അസോസിയേഷൻ രംഗത്തെത്തി. അധ്യാപക നിയമനത്തിന് 13 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടന മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അവരുടെ പക്കലുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കലുണ്ട്. അതിൽ തുടർ നടപടി ഉണ്ടാകുമോ? പോലീസ് ഏതു വഴിക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്? വിജയകുമാർ, പലതരത്തിലുള്ള പരാതികൾ, ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് അലീനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുമുള്ളത്. അതേസമയം ഈ സംഭവങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് 13 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ഈ മാനേജ്മെൻറ്റ് എന്നുള്ള പരാതി, ആരോപണം അത് തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് താമരശ്ശേരി രൂപത ഉൾപ്പെടെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും രൂപതയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ കാത്തോലിക് ലേമൻസ് അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെയും പലതരത്തിൽ ഈ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരത്തെയും ഈ രീതിയിലുള്ള കൈക്കൂലി വാങ്ങിയുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഈ കാത്തോലിക് ലേമൻസ് അസോസിയേഷൻ്റെ ആരോപണം, അവരുടെ പരാതി. ഇതൊക്കെ അഴിമതി നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഗുരുതരമായ പലതരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങളും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും ഈ രൂപതയുടെ കീഴിൽ നടക്കുന്നുവെന്നും ഈ ലേമൻസ് അസോസിയേഷൻ ആരോപിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് തന്നെ കാത്തോലിക് ലേമൻസ് അസോസിയേഷൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ താമരശ്ശേരി AEO പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ, ഈ നിയമനം സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രേഖകൾ അത് കൃത്യമായി സമർപ്പിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് പലതവണ അക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അപ്പോഴൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാത്തിരുന്ന് കാണേണ്ട കാര്യം. ശരി അഭിജിത്ത്, നിയമനത്തിന് 13 ലക്ഷം രൂപ നൽകി എന്ന പരാതി ആ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്മേൽ എന്തെങ്കിലും നടപടിയുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം അധ്യാപികയുടെ ആത്മഹത്യയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നടപടി കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. വിശദമായ അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു. കുറ്റക്കാരുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. അങ്ങനൊരു സംഭവത്തിലേക്ക് അവരെ നയിച്ചതിന് വിദ്യാഭ്യാസ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അക്കാര്യം വളരെ സൂക്ഷ്മമായും സമഗ്രമായും പരിശോധിച്ച് 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ആ ഫയലൊക്കെ നേരിട്ട് നോക്കേണ്ട ആയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതൊരു വസ്തുതകൾ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ്.